എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇസ്ലാമുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതും ഇസ്ലാം മത വിമർശനവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നതുമായിട്ടുള്ളൊരു വിഷയം. ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക്, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളൊരു പേരാണ് ബദർ. ബദർ എന്ന് കേൾക്കാത്ത ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് കേട്ടിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതിന് തന്നെ കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ബദർ. അത് മതവിശ്വാസികളും അംഗീകരിക്കുന്ന കാര്യമാണ്. ബദർ കിസ എന്ന് ഞാൻ പറയുമ്പോൾ ബദർ കഥ എന്ന് തന്നെയാണ് അർത്ഥം, ബദറിൻ്റെ ചരിത്രം. ഈ ബദറിനെ കുറിച്ച് ഇസ്ലാമിക ലോകത്തും അല്ലാതെയും പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥയുണ്ട്, ഒരു വേർഷനുണ്ട്. ബദർ എന്ന് പറയുന്നത് പ്രതിരോധത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഉയർത്തി കാണിക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇടക്കാലത്ത് രൂപം കണ്ട് ശക്തി പ്രാപിച്ച് വലിയ അക്രമ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു സംഘടനയുടെ ടാഗ് ലൈൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും: പ്രതിരോധം അപരാധമല്ല. ആ പ്രതിരോധത്തിൽ അവരുദ്ദേശിക്കുന്ന കഥ അല്ലെങ്കിൽ സംഭവം ബദറായിരുന്നു. ബദർ എന്നതൊരു പ്രതിരോധമായും അടിച്ചമർത്തപ്പെടുന്നവൻ്റെ ഉയർത്തെഴുന്നേൽപ്പായും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായും ഒക്കെയാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ബദർ എന്ന് പറയുന്ന കഥയെ ഞാൻ കെട്ടുകഥകളും കേട്ട് അറിവുകളും മാറ്റിവെച്ച് ഇസ്ലാമിക ലോകത്ത് പ്രചാരത്തിലുള്ള 2 പുസ്തകങ്ങളെ അധികരിച്ച് മാത്രം ബദർ, നമ്മൾ കേട്ട കഥയും ബദർ എന്ന സംഭവവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അനലൈസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമികമായി വിശ്വാസികളെ സംബന്ധിച്ച് ബദർ എന്ന് പറയുന്ന ഒരു ആവേശമാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാൻ, ശക്തിയൊന്നുമില്ലാത്ത കാലത്ത് അതിശക്തരോട് ഏറ്റുമുട്ടാൻ അവരെ പ്രചോദിപ്പിക്കുന്ന, മരണം വരിക്കും വരെയും പോരാടാം എന്ന, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന ഇവിടെയുണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെയും NDFൻ്റെയും ഒക്കെ പ്രചോദനം ബദറാണ്. അപ്പോൾ ആ ബദറിനെ കുറിച്ചും പിന്നെ നമ്മുടെ സാധാരണ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് അവരൊന്ന് കാല് തെന്നി വീഴുമ്പോഴോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ ദൈവമേ, അള്ളാഹുവേ എന്ന് വിളിക്കുന്നത് പോലെ മലബാർ ഏരിയയിലൊക്കെ സാധാരണയായിട്ട് വിളിക്കുന്നതാണ് ബദരീങ്ങളെ എന്നുള്ള പേര്. ബദരീങ്ങൾ എന്ന് പറയുന്നത് ബദർ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ പങ്കെടുത്ത ആളുകളെ സൂചിപ്പിക്കുന്ന പേരാണ്. ബദറിൽ പങ്കെടുത്ത യോദ്ധാക്കൾ എന്നവർ പറയും. അവരാരാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് നമ്മൾ കേട്ട കഥ? ബദറിനെ കുറിച്ച് കേട്ട കഥ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ പ്രവാചകനായി മക്കയിൽ വരികയും അല്ലെങ്കിൽ മക്കയിൽ പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് വരികയും ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മുഹമ്മദ് മക്കയിൽ നിരന്തരമായ പീഡനങ്ങൾക്ക് വിധേയമായി എന്നതാണ് കഥ. അതൊരു നുണക്കഥയാണ്. ആദ്യം പ്രാഥമികമായിട്ട് അത് പറയാം. മക്കയിൽ 320 60 അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്രയും വിഗ്രഹങ്ങൾ ഒറ്റ ക്ഷേത്രത്തിനകത്ത് അകത്ത് പ്രതിഷ്ഠിച്ച് വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പല ഗോത്രങ്ങളായി നിന്നുകൊണ്ട് ഒരേ ആരാധനാലയത്തെ കേന്ദ്രീകരിച്ച് ജീവിച്ചു വന്നിരുന്ന ഒരു ജനസമൂഹം. ഇടക്കാലത്ത് കച്ചവടാവശ്യാർത്ഥം വന്ന ക്രൈസ്തവ വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് മാതാവിൻ്റെ ഒരു പെയിൻറ്റിങ് കിട്ടിയപ്പോൾ അതും സന്തോഷത്തോടെ കഅബയുടെ ചുമരുകളിലേക്ക് ചേർത്ത് വെച്ച ഒരു സമൂഹം. ആ സമൂഹത്തിനെ സംബന്ധിച്ച് മുഹമ്മദ് ഈ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയോ, ഞാൻ ബഹുദൈവ വിശ്വാസികനല്ല എന്ന് പറയുകയോ, ഞാൻ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുകയാണ് എന്ന് പറയുകയോ ചെയ്തതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കില്ല എന്നതിന് അവിടെ വേറെയും മനുഷ്യർ ജീവിച്ചു മരിച്ചത് ഉദാഹരണമാണ്. മുഹമ്മദിൻ്റെ തൗഹീദ് എന്ന് പറയുന്ന ആശയം മുഹമ്മദിന് മുൻപ് അവിടെ ആളുകളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം അതൊക്കെ വേറെ കഥ. എന്തായാലും അത്തരം ഒരു പ്രതിരോധം. ഇനി
ഈ ദൈവത്തെയും വിഗ്രഹത്തെയും ഒക്കെ നിരാകരിച്ചും അവരെയൊക്കെ അവഹേളിച്ചും മുഹമ്മദ് മക്കയിൽ ജീവിച്ചത് 13 വർഷമാണ്. ഒരു ജനതയുടെ കൂടെ ജീവിച്ച് അവരുടെ ആരാധനാലയത്തെയും അവരുടെ വിഗ്രഹത്തെയും അവരുടെ ദൈവവിശ്വാസത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രാർത്ഥനകളെയും ഒക്കെ നിരാകരിച്ചും അതിനാക്ഷേപിച്ചും അധിക്ഷേപിച്ചും 13 കൊല്ലം ആ കാലഘട്ടത്തിൽ പരിഷ്കൃതരായ ജനാധിപത്യ സംസ്കാരവും ഭരണഘടനയും നിയമവുമുള്ള നാട്ടിലല്ല, ഗോത്ര നിയമം നിലനിൽക്കുന്ന നാട്ടിൽ ആ ഗോത്രങ്ങളുടെ മുഴുവൻ വിശ്വാസങ്ങളെയും വെല്ലുവിളിച്ച് മുഹമ്മദ് 13 കൊല്ലം ജീവിച്ചു എങ്കിൽ അതെന്തിൻ്റെ തെളിവാണ്? മുഹമ്മദിനെ ആക്രമിച്ചിരുന്ന ഒരു അക്രമി സംഘത്തിൻ്റെ തെളിവാണോ, അതോ സഹിഷ്ണുതയുടെ വക്താക്കളായിട്ട് വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു കൊടുത്ത ഒരു ഗോത്രകാല മനുഷ്യരുടെ തെളിവാണോ? അത് വിശ്വാസികൾക്ക് വിടുകയാണ്. എന്തായാലും കഥ നീണ്ടുപോകുന്നത് മുഹമ്മദിനെയും മുഹമ്മദിനോട് ആകൃഷ്ടരായി വന്ന ആളുകളെയും അവിടെ നിരന്തരമായി ഉപദ്രവിച്ചു, ഭീഷണിപ്പെടുത്തി, മർദ്ദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ജീവിതം സാധ്യമല്ലാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ട് മുഹമ്മദും സംഘവും മക്ക വിട്ട് മദീനയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി എന്നാണ് വിശ്വാസികൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കഥ. എന്നാൽ ഇത് കേൾക്കുന്ന വിശ്വാസികൾ ആലോചിക്കുക, മുഹമ്മദ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതല്ല മദീനയിലേക്ക്. മക്കയിൽ മുഹമ്മദിൻ്റെ ആശ്രയമായിരുന്ന, മുഹമ്മദിൻ്റെ ശക്തിയായിരുന്ന ഖദീജയുടെ മരണവും ഈ അവിശ്വാസവും ഈ പ്രകോപനവും ഒക്കെ ഉണ്ടാകുമ്പോഴും മുഹമ്മദിനെ സംരക്ഷിച്ചു പിടിച്ച പിതൃവ്യനായ അബൂ ത്വാലിബിൻ്റെ മരണവും ഏകദേശം ഒരേ വർഷത്തിൽ സംഭവിക്കുന്നു. 13 വർഷം പ്രബോധനം നടത്തിയിട്ടും മക്കയിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ മുഹമ്മദിന് കഴിയുന്നില്ല. ആ ഘട്ടത്തിൽ മദീനയിൽ ഇദ്ദേഹത്തിൻ്റെ ആശയപ്രചാരണത്തിനും ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനുള്ള ഒരു സജ്ജീകരണം ഒരുക്കുന്നതിനും മക്ക അതിൻ്റെ അധികാരം പിടിച്ചടക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് അദ്ദേഹം പുതിയ സങ്കേതം തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മദീനയിലേക്ക് പോകുന്നത്. വിശ്വാസികൾ ഉസ്താദുമാരോട് ചോദിക്കുക, എന്താണ് ഉസ്താദെ അഖബ ഉടമ്പടി? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി മുഹമ്മദ് തീരുമാനിക്കുമ്പോൾ മദീനയിൽ നിന്ന് മുഹമ്മദിൻ്റെ ആശയത്തിൽ ആകൃഷ്ടരായി വന്ന ഏതാനും ആളുകളുമായിട്ട് മുഹമ്മദ് ഒരു ഉടമ്പടിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നതും അവരുൾപ്പെടുന്ന ഗോത്രത്തെ കൊണ്ട് മുഹമ്മദിനെ സ്വീകരിക്കാവുന്ന ഒരു പൊതുധാരണ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഭാഗമായി മുഹമ്മദ് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി 2 തുടർ വർഷങ്ങളിൽ 2 പ്രത്യേക ഉടമ്പടികൾ അടിസ്ഥാനപ്പെടുത്തി മുഹമ്മദ് പ്ലാൻ ചെയ്ത് അദ്ദേഹം അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നതാണ്. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതും ഒരു പിടി മണ്ണ് വാരി യാസീനോദി കണ്ണിലെറിഞ്ഞു, ആളുകളുടെ കാഴ്ച ദൈവം മറച്ചു എന്നൊക്കെ കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിനെ 13 കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ സംഘടിതമായി മുഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനമെടുത്തതിന് ചരിത്രത്തിൽ തെളിവില്ല. അപ്പോൾ എന്തായാലും അതാണ് കഥ. പലായനം എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ ആവശ്യമായിരുന്നു, മക്കക്കാരുടെ ആവശ്യമല്ല. എന്ന് മാത്രവുമല്ല, മുഹമ്മദ് ഈ ഒളിച്ച് പോകുന്നത് പോലും മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഘവും ഇത് മറ്റൊരു പ്രദേശത്തേക്ക് നാട് വിട്ടോടിപ്പോകുന്നതിനെ തടയാനാണ് മക്ക ഖുറൈശികൾ ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഗോത്രം വിട്ട് നമ്മളുടെ ആളുകൾ നമ്മളെ വിട്ട് ഓടിപ്പോകുന്നത് തടയാനാണ് അവർ ശ്രമിച്ചത്. അപ്പം അവരെ കണ്ണുവെട്ടിച്ച് ഓടിപ്പോകാനായിരിക്കാം ഒരു പക്ഷേ മുഹമ്മദ് പൂഴിമണ്ണ് വാരി കണ്ണിലെറിഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചരിത്രം വായിക്കുമ്പോൾ നമുക്കങ്ങനെ മനസ്സിലാവും. അപ്പം അങ്ങനെ പലായനം ചെയ്ത മുഹമ്മദിനെ പിന്തുടർന്ന് മദീനയിലും ജീവിക്കാൻ സമ്മതിക്കൂല, കൊലപ്പെടുത്തും എന്ന് തീരുമാനിച്ച് ഒരുങ്ങി ഇറങ്ങി. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, പുറപ്പെട്ട ബുജാഹിലുടൻ കിബിർ പെങ്കി എളുന്ത് ലിബാസ് ചമൈന്ത് എന്ന് പറഞ്ഞിട്ട് മോയിൻകുട്ടി വൈദ്യരുടെ ഒരു പാട്ടുണ്ട്. അത് ബദറിലേക്ക് മുഹമ്മദിനെ വകവരുത്താൻ വേണ്ടി ബദറിലേക്ക് പടപ്പുറപ്പാട് നടത്തുന്ന പടത്തലവനായ അബൂജഹൽ എന്നിവർ വിളിക്കുന്ന ഒരു വ്യക്തിയുടെ പടപ്പുറപ്പാടാണ്. അദ്ദേഹം യുദ്ധക്കച്ച കെട്ടുന്നതും അദ്ദേഹം മോതിരമണിയുന്നതും അദ്ദേഹം വാളും പരിചയമൊക്കെ ഒരുക്കുന്നതും ഇതാണ് കഥ. അപ്പോൾ മുഹമ്മദിനെ വകവരുത്താൻ വേണ്ടി 1000-ഓളം പേരടങ്ങുന്ന സർവ്വസന്നാഹങ്ങളോടും കൂടി ഒരു മഹാസൈന്യം സജ്ജമായി മദീനയിൽ ജീവരക്ഷാർത്ഥം ഓടിപ്പോയ മുഹമ്മദിനെ പിന്തുടർന്ന് വകവരുത്താൻ വേണ്ടി പുറപ്പെട്ടു പോകുന്നു എന്നും അവരെ പ്രതിരോധിക്കാൻ
ആ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. അവരെ പ്രതിരോധിക്കാൻ, ആ ആക്രമി സംഘത്തെ പ്രതിരോധിക്കാൻ അള്ളാഹുവിൻ്റെ അനുമതി ലഭിച്ചു എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആയുധമെടുത്തു എന്നും, അങ്ങനെ ഈ പ്രതിരോധിക്കാൻ വേണ്ടി ആയുധബലവും ആൾബലവുമില്ലാതെ 313 പേരടങ്ങുന്ന അവരെയാണ് നമ്മൾ ബദരീങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ബദരീങ്ങൾ ഈ വലിയ സംഘത്തെ ചെറുത്തു ദൈവത്തിൻ്റെ സഹായത്തോടെ തോൽപ്പിച്ചു എന്നും അതുവഴി ഇസ്ലാമിൻ്റെ ഇസ്സത്ത്, അതായത് അഭിമാനം ഉയർന്നു എന്നും അത് ഇസ്ലാമിക ചരിത്രത്തിലൊരു വഴിത്തിരിവായി എന്നുമാണ് വിശ്വാസികൾ നാളിതുവരെ കേട്ട കഥ. എന്നാൽ എന്താണ് ബദറിലെ യഥാർത്ഥ സംഭവം? ബദറിലെ യഥാർത്ഥ സംഭവം, മക്കയിൽ നിന്ന് പദ്ധതിയൊരുക്കി മദീനയിലേക്ക് 2 വർഷത്തെ തുടർ ചർച്ചകളുടെ ഭാഗമായി മുഹമ്മദ് പോവുകയും അവിടെ ചെന്ന ആദ്യ വർഷം മുതൽ തന്നെ മുഹമ്മദ് ആയുധ സജ്ജീകരണങ്ങളും ആൾബലവും സംഘടിപ്പിക്കുകയും യുദ്ധത്തിനും കൊള്ളയ്ക്കും തയ്യാറാവുന്ന ഒരു അക്രമി സംഘത്തെ ഒരുക്കുകയുമായിരുന്നു ചെയ്തത്. ഹിജ്റ 1-ാം വർഷം മുതൽ മുഹമ്മദും സംഘവും നിരവധിയായ മനുഷ്യരെ, ചെറിയ ചെറിയ സംഘങ്ങളായും ഒറ്റയ്ക്കായും പോകുന്ന മനുഷ്യരെ അവരുടെ കയ്യിലുള്ള സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിയോഗിച്ചതിൻ്റെ തെളിവുകൾ നമുക്ക് പുസ്തകങ്ങളിൽ കിട്ടും. ഉസ്താദുമാർ വയൽ പറയുമ്പോൾ കിട്ടൂല. അതിൻ്റെ ഭാഗമായി മക്കയിൽ നിന്ന് മുഹമ്മദിന് സുപരിചിതമായ യാത്രാ വഴികളിലൂടെ, കച്ചവട സംഘത്തിൻ്റെ യാത്രാ വഴികളിലൂടെ കച്ചവടാവശ്യാർത്ഥം പോകുന്ന മക്കക്കാരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി 20 പേരടങ്ങുന്ന അല്ലെങ്കിൽ 30-ൽ താഴെ വരുന്ന ആളുകളടങ്ങുന്ന ഒരു സംഘത്തെ കൊള്ള ചെയ്ത് അവരുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി മുഹമ്മദും സംഘവും അണിയിച്ചൊരുക്കിയ 313 പേരാണ് ബദരീങ്ങൾ. എന്ന് പറഞ്ഞാൽ അതൊരു കൊള്ള സംഘമാണ്. നിങ്ങൾ പറയുന്ന പ്രതിരോധത്തിൻ്റെ കഥ ഗ്രന്ഥങ്ങളിലെവിടെയും ഇല്ല. അപ്പം ഇനി നമ്മൾ തെളിവ് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, തെളിവ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഇനി പറച്ചിൽ നിർത്തി വായനയിലേക്ക് കടക്കുകയാണ്. വാസ്തവത്തിൽ ബദർ പ്രതിരോധമാണ്. ആരുടെ? ജീവിക്കാനുള്ള അവകാശത്തിന്, തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തിന്, കച്ചവടയാത്ര ചെയ്യാനുള്ള അവരുടെ അവകാശത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു അക്രമി സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അബൂജഹലും സംഘവും രംഗത്ത് വരുന്നത്. അതുകൊണ്ട് ബദർ പ്രതിരോധമാണ്. പക്ഷെ അത് ഇസ്ലാമിൻ്റെ പ്രതിരോധമല്ല, മുസ്ലിങ്ങളുടെ പ്രതിരോധമായിരുന്നില്ല. അത് ഖുറൈശികളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പ്രതിരോധമായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇനി ഞാൻ നിങ്ങളോട് കഥ പറച്ചിൽ നിർത്തിയിട്ട് പുസ്തകങ്ങളിലേക്ക് പോവാണ്. വിശ്വാസികൾ ഞാൻ എപ്പോഴും പ്രചോദിപ്പിക്കുന്ന കാര്യം, ആരെങ്കിലും പറയുന്നത്, അത് മൂല്യര് വയൽ പറയുന്നതായാലും വിമർശകർ പറയുന്നതായാലും തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. നിങ്ങൾ പുസ്തകം വാങ്ങണം, വായിക്കണം. നൂറുൽ യഖീൻ എന്ന് പറയുന്ന ഈ പുസ്തകം, ചെറിയ പുസ്തകം, 200 രൂപ കൊടുത്താൽ ഏത് ഇസ്ലാമിക ബുക്ക് സ്റ്റാളുകളിൽ നിന്നും ഇപ്പോഴും വാങ്ങാൻ കിട്ടുന്ന നൂറുൽ യഖീൻ എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണ് എൻ്റെ കയ്യിലുള്ളത്. ചെറിയ പതിപ്പ്, ഇത് സംഗ്രഹിച്ച പതിപ്പാണ്. ഇതിൻ്റെ വിശദമായ പതിപ്പ് കിട്ടും. 2 വോള്യങ്ങളിലായിട്ട് ഈ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ പുസ്തകത്തിൻ്റെ 137-ാമത്തെ പേജിലേക്ക് ഞാൻ പോവാണ്. യുദ്ധത്തിൻ്റെ തുടക്കം ഞാൻ ഇനി വായിക്കുകയാണ് ചെയ്യുന്നത്. ചരക്കുകൾ വാങ്ങാനും വിൽക്കാനും വേണ്ടി ഖുറൈശികൾ ഷാമിലേക്ക് കച്ചവട യാത്ര ചെയ്യുക പതിവായിരുന്നു. ഇങ്ങനെ പോകുന്ന യാത്രാ സംഘത്തെ ഈർ എന്ന് വിളിച്ചിരുന്നു. മേൽനോട്ടത്തിനായി സമൂഹത്തിലെ പ്രമുഖരിലും നേതാക്കന്മാരിലും പെട്ട ധാരാളം ആളുകൾ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കാറുണ്ട്. റസൂലും അനുചരന്മാരും ഹിജ്റ ചെയ്തെത്തിയ പ്രദേശത്തുകൂടി വേണമായിരുന്നു അവർക്ക് ഷാമിലെത്താൻ. അങ്ങനെ അവരുടെ വ്യാപാര നിയമത്തിന് ഉപരോധമേർപ്പെടുത്താൻ, വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, മലയാളത്തിലേക്ക് എഴുതുമ്പോഴുള്ള സുഖമാണത്. ഉപരോധമേർപ്പെടുത്താൻ അങ്ങനെ നബി തീരുമാനിച്ചു. മക്കാ മുശ്രിക്കുകൾക്ക് അവരുടെ സാമ്പത്തിക ശേഷി ക്ഷയിപ്പിച്ചുകൊണ്ട് പ്രഹരമേൽപ്പിക്കാൻ അതുവഴി സാധിക്കും. അനിവാര്യമായും നടക്കാൻ പോകുന്ന യുദ്ധത്തിന് അവർ പരാജയപ്പെടാൻ അത് കാരണമായി തീരുകയും ചെയ്യും. ഇത് യുദ്ധത്തിൻ്റെ തുടക്കം എന്ന് ഞാൻ പറയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ബദറുമായി പെട്ടെന്നുണ്ടായ സംഭവമാണ്. അല്ല, അതിനെ തുടർന്ന് ബദറിലേക്ക് എത്തുന്ന സംഭവം വിശദീകരിക്കുന്നു. അതേ പേജിൽ സൈനിക വ്യൂഹം എന്ന ടൈറ്റിലിൽ കൊടുക്കുന്നു. ഷാമിൽ നിന്ന് മടങ്ങുന്ന ഖുറൈശികളുടെ വാണിജ്യ സംഘത്തെ തടയുവാൻ വേണ്ടി റമദാൻ മാസത്തിൽ റസൂൽ 30 മുഹാജിറുകളുടെ കൂടെ പിതൃവ്യൻ ഹംസയെ നിയോഗിച്ചു. വെളുത്ത ഒരു കൊടിയും റസൂൽ ആ സംഘത്തിന് നൽകി. ഹംസയുടെ കൂട്ടുകാരനായ അബൂ മർഷദ് ആണ് കൊടിയേൽപ്പിച്ചത്. അദ്ദേഹം ബദറിൽ ഷഹീദായിട്ടുണ്ട്. എന്നാൽ ബദർ ശുഹദാക്കളിൽ പെടും എന്നർത്ഥം. അബൂജഹലും മുശ്രിക്കുകളുമായ 300 അനുയായികളുമായാണ്
ഖുറൈശികൾ വാണിജ്യ സംഘത്തിലുണ്ടായിരുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. അബൂജഹലും സംഘവും അടപ്പടം 300 പേരുള്ള ഒരു സംഘത്തെ നേരിടാൻ മുഹമ്മദ് കൊടിയും പിടിച്ച ആളുകളെ പറഞ്ഞയച്ചു. ഇനി ശ്രദ്ധിച്ചോ, ബദറിലെ ഇവരുടെ ഉശിരിൻ്റെ കഥയുണ്ടല്ലോ, 313,000 നേരിട്ട ഉശിരിൻ്റെ കഥ ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കണം നോക്കിക്കോ. ഇതതിൻ്റെ തൊട്ട് മുൻപത്തെ വർഷം നടന്നത്. മദീന താഴ്വരയുടെ ഭാഗത്തുകൂടെ കടൽ തീരത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഹംസ വാണിജ്യ സംഘത്തെ കണ്ടുമുട്ടി. 2 വിഭാഗവും യുദ്ധത്തിനു വേണ്ടി അണിനിരന്നു. അപ്പോൾ മുജ്ദിയിബ്നു അംറിൽ ജുഹനി എന്ന ഗോത്രത്തലവൻ ഇടപെട്ടു. അദ്ദേഹത്തെ അനുസരിച്ച് അവർ പിരിഞ്ഞുപോയി. ഈ നടപടിയുടെ പേരിൽ മുജ്ദിയെ റസൂൽ അനുമോദിച്ചു. അപ്പം എന്തായിരുന്നു കാരണം? അവർ എന്തുകൊണ്ടെന്നാൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവും ശത്രുക്കൾ അവരെക്കാൾ വളരെ കൂടുതലുമായിരുന്നു. അതുകൊണ്ട് ഗോത്രത്തലവൻ ഇടപെട്ട് പറഞ്ഞു, വെറുതെ കയറി ഞോണ്ടാൻ നിൽക്കണ്ട, ഞങ്ങൾ പൊയ്ക്കോളി, അത് ഞങ്ങൾക്ക് നല്ലത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തിരിഞ്ഞു പോവുകയും അക്കാര്യത്തിൽ ഇങ്ങനെ പിന്തിരിപ്പിച്ച മുജ്ദിയെ മുഹമ്മദ് അഭിനന്ദിക്കുകയും ചെയ്തു എന്നാണ്. ഇത് ഒന്നാമത്തെ സംഭവം. ഇനി എണ്ണിക്കോ. 1. രണ്ടാമത്തത്, ഷവ്വാൽ മാസത്തിൽ, ഇത് നടക്കുന്ന റമദാനിലാണ്. ഷവ്വാൽ മാസത്തിൽ ഹംസയുടെ പിതൃവ്യപുത്രൻ ഉബൈദത്ത് ബിനു ഹാരിസിന്റെ നേതൃത്വത്തിൽ 80 മുഹാജിറുകളെ ഖുറൈശികളുടെ വാണിജ്യ സംഘത്തെ തടയുവാൻ നബി നിയോഗിച്ചു. വാണിജ്യ സംഘത്തെ തടയുക എന്ന് പറഞ്ഞാൽ എന്തിനാ? അവർക്ക് നാരങ്ങളും വാങ്ങിച്ചു കൊടുക്കാനാ? അതോ കെട്ടിപ്പിടിച്ചവരെ മുത്തം കൊടുക്കാനാ? അവരുടെ കയ്യിലുള്ള സമ്പത്ത് കൊള്ളയടിക്കാൻ. യാത്രാ സംഘങ്ങളെ, കച്ചവട സംഘങ്ങളെ പതിയിരുന്ന് കൊള്ളയടിക്കാൻ ആയുധവും കൊടിയും കൊടുത്തൊരു നേതാവ് തൻ്റെ അണികളെ പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് കൊള്ള സംഘമാണോ? നമ്മൾ കൊള്ള സംഘം എന്ന് പറഞ്ഞാൽ ബദർ കൊള്ള എന്ന് പറയുന്നതാണ് എനിക്കെതിരെയുള്ള വലിയ ആരോപണം. ബദർ കൊള്ളാന്ന് ഞാൻ പറയൂല, കാരണം ബദർ കൊള്ളശ്രമമാണ്, ചീറ്റിപ്പോയ കൊള്ളശ്രമം. പിന്നെ തടി സലാമത്തായി എന്ന് മാത്രമേ ഉള്ളൂ. കൊള്ളയൊന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് കൊന്നവൻ്റെ കോണകവും കടാരയുമാണ്. അതിനെന്നെ തല്ലും വെക്കാനായിരുന്നു. അത് വേറെ കഥ, അത് പോട്ടെ. അപ്പം രണ്ടാമത്തത് അങ്ങനെ നിയോഗിച്ചു. ഇത്തവണ നബി മിസ്തഹുബിനു അസാസിനെയാണ് വെള്ളക്കൊടി ഏൽപ്പിച്ചത്. എന്നാലും വെള്ളക്കൊടിയൻ റാബിഗ് എന്ന മൈതാനത്ത് വെച്ച് ഖുറൈശികളുടെ 200 പേരടങ്ങുന്ന വാണിജ്യ സംഘത്തെ അവർ കണ്ടു. പരസ്പരം അമ്പെയ്ത്ത് നടന്നെങ്കിലും മുസ്ലിങ്ങളുടെ പിറകിൽ സഹായ സൈന്യം വരുന്നുണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് ഖുറൈശികൾ ഓടി. മുസ്ലിം സൈന്യം അവരെ പിന്തുടരുകയുണ്ടായില്ല, കാരണം 200 പേരുണ്ടേ, എന്തിനാ വെറുതെ. അപ്പം അങ്ങനെ അവിടെയും യുദ്ധമൊന്നും നടന്നില്ല. അവർ തിരിച്ചു വന്നു. ശ്രമം 2. ഹിജ്റ 2-ാം വർഷം. ഇത് ആദ്യത്തെ വർഷം നടന്നതാണേ. 2-ാം വർഷം വദ്ദാൻ പടയൊരുക്കം. ഖുറൈശികളുടെ വാണിജ്യ സംഘത്തെ നേരിടാൻ ഇതന്നെ പരിപാടി. പോകുന്നു, നടക്കുന്നില്ല, തിരിച്ചു വരുന്നു. അടുത്ത സംഘം പ്രിപ്പയർ ചെയ്യുന്നു, പോകുന്നു. ഖുറൈശികളുടെ വാണിജ്യ സംഘത്തെ നേരിടാൻ വേണ്ടി ഹിജ്റ 2-ാം വർഷത്തിൽ നിന്ന് 12 ദിവസം പിന്നിട്ട ശേഷം സഅദ് ബിൻ ഉബാദയെ മദീനയിൽ തൻ്റെ പ്രതിനിധിയായി നിശ്ചയിച്ച് റസൂൽ നേരിട്ടിറങ്ങി. 2 തവണ ആൾക്കാരെ പറഞ്ഞൊന്നും സലാമത്തായില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി എന്ത് ചെയ്തു? ഈവന്മാരൊന്നും പറഞ്ഞയച്ചിട്ട് കാര്യമില്ല, ഇജ് തൽക്കാലം മദീന നോക്കിക്കൂടും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കൊള്ള സംഘത്തെ നയിച്ചുകൊണ്ട് മുഹമ്മദ് പുറപ്പെട്ടു പോയി. മുഹമ്മദിന് ചീത്തപ്പേരുണ്ടാക്കുന്ന കഥാപാത്രം, അത് വേറെ കഥ, അത് നമ്മൾ പിന്നെ പറയാം. അങ്ങനെ വദ്ദാൻ എന്ന സ്ഥലത്ത് എത്തി. സംഘം നേരത്തെ കടന്നു പോയത് കൊണ്ട് എന്തിനാ കൊള്ളയടിക്കാൻ പോകുന്ന ആളുകൾ ഇവർ ചെല്ലുമ്പോഴത്തേക്ക് കച്ചവട സംഘം കടന്നു പോയത് കൊണ്ട് എഴുതി പോയിണ്ടാവും. അവിടെ വെച്ച് ഒരു യുദ്ധത്തെ നേരിടേണ്ടി വന്നില്ല. എന്താ യുദ്ധം? അവിടെ വെച്ച് ഒരു യുദ്ധത്തെ നേരിടേണ്ടി വന്നില്ല. എന്താ യുദ്ധം? ഇതൊക്കെ യുദ്ധം. അങ്ങനെ അവർ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളായിട്ടുള്ള ഗോത്രങ്ങളുമായിട്ട് മുഹമ്മദ് സന്ധി കരാറുകൾ ഉണ്ടാക്കുകയാണ്. കച്ചവട സംഘത്തെ ആക്രമിക്കാൻ സൗകര്യം ആണ് ഇവർക്ക് വേണ്ടത്. സംഭവം 3 പറഞ്ഞു. 4-മത്തത് പിടിച്ചോ. ബുവാത്ത് യുദ്ധം. ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ നേതൃത്വത്തിൽ 100 ഖുറൈശികൾ ഉൾപ്പെടുന്ന ഒരു സംഘം ഷാമിൽ നിന്ന് മടങ്ങി വരുന്നുണ്ടെന്ന വിവരം വദ്ദാനിൽ നിന്ന് മടങ്ങിയെത്തി ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദിന് ലഭിച്ചു. 2500 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു അത്രേ അതിൽ. അപ്പോൾ 200 മുഹാജിറുകളെയും കൂട്ടി നബി അവരെ തടയാൻ പുറപ്പെട്ടു. റബീഉൽ അവൽ മാസത്തിലായിരുന്നു അത്. സഅദ് ബിൻ അബി വക്കാസാണ് പതാക ഏന്തിയത്. ബുവാത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോൾ സംഘം കടന്നുപോയത് മനസ്സിലാവുകയും ഒന്നും ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോരുകയും ചെയ്തു. മുശ്രിക്കുകൾ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, മുശ്രിക്കുകൾ സ്വയം ജാഗ്രതയും സൂക്ഷ്മതയും പാലിച്ചതുകൊണ്ടും മദീനക്കാരിൽ നിന്ന് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ
മറച്ചു വെക്കാൻ ശ്രമിച്ചത് കൊണ്ടുമായിരുന്നു ഈ വിധം സംഭവിച്ചത്. എന്താ ഇതിൻ്റെ അർത്ഥം? മലയാളം അറിയണതിൽ ഉസ്താഹന്മാർ, നമ്മൾ അലിയാർ കാസിം ഇവിടുത്തെ അടുത്തറിനല്ലേ, അലിയാർ കാസിമിക്ക് നല്ല മലയാള കവിതയൊക്കെ അറിയാലോ. ഈ ഒരു വരി 2 വരി ചോദിച്ച് നോക്കുക. മുശ്രിക്കുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി പടപ്പുറപ്പാട് നടത്തുകയായിരുന്നോ എന്നും, അതോ മക്കക്കാരുടെ കച്ചവട സംഘങ്ങളെ ആക്രമിക്കാൻ മുഹമ്മദും സംഘവും കോപ്പുകൂട്ടി പതിയിരിക്കുകയായിരുന്നോ എന്നും, ഈ മുഹമ്മദിൻ്റെ സംഘം ഇങ്ങനെ കൊള്ള ചെയ്യാൻ നിൽക്കുന്നുണ്ട് എന്ന വിവരമറിയാവുന്നവർ സൂക്ഷ്മത പുലർത്തുകയും അവരുടെ കച്ചവടയാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മദീനയിലുള്ള മുഹമ്മദും സംഘവും അറിയാതിരിക്കാൻ ജാഗ്രത പുലർത്തുകയും ചെയ്തതുകൊണ്ടാണ് യുദ്ധത്തെ നേരിടേണ്ടി വരാതിരുന്നത് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടരെ അർത്ഥം? എന്നിട്ട് ഇതിനൊക്കെ പേരെന്താ? യുദ്ധം. എന്ത് യുദ്ധടോ? എവിടെ യുദ്ധം? യുദ്ധം നിങ്ങൾ കണ്ടുകണ. അടുത്തത് 5ാമത്തെ സംഭവം. ഇതൊക്കെ പരാജയപ്പെട്ടു പോയ കൊള്ളശ്രമങ്ങളാണ്. ഇതിനൊക്കെ പേരെന്നിട്ട് യുദ്ധം. ഉഷൈറ യുദ്ധം, അതിനും പേരാ തന്നെ. ഖുറൈശികളുടെ ഒരു വലിയ സംഘം ഷാമിലേക്ക്, 5ാമത്തെ കേട്ടോ, ഷാമിലേക്ക് തിരിച്ചിട്ടുണ്ടെന്ന വാർത്ത ബുവാത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ റസൂൽ അറിഞ്ഞു. ഖുറൈശികളുടെ എല്ലാം സമ്പൽ ശേഖരങ്ങൾ അതിലുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. 1 മിസ്കാലോ അധികമോ സ്വത്തുള്ള ഈ സമ്പത്താണ് ബദറിലെ സമ്പത്ത് കേട്ടോ, സ്വത്ത്. ആരുടെ സ്വത്തായിരുന്നു? 1 മിസ്കാലോ അതിലധികമോ സ്വത്തുള്ള മക്കയിലെ ഒരു ഖുറൈശി സ്ത്രീയോ പുരുഷനോ ആ സംഘത്തിൽ ഓഹരി കൊടുത്തയക്കാതിരുന്നില്ലത്രേ. എന്ന് പറഞ്ഞാൽ മക്കയിലുണ്ടായിരുന്ന മുഴുവൻ പുരുഷൻ്റെയും സ്ത്രീയുടെയും സമ്പത്ത് ഉൾപ്പെടുന്ന ഒരു വലിയ സമ്പത്തുമായിട്ട് കച്ചവട സംഘത്തിന് ഖുറൈശികൾ പോകുന്ന വിവരം മുഹമ്മദിന് ലഭിച്ചു. അങ്ങനെ അബൂ സുഫിയാൻ ഹർബിൻ്റെ നേതൃത്വത്തിൽ 20-ലേറെ ആളടങ്ങുന്നതായിരുന്നു ആ സംഘം. ഇപ്പോൾ ഒതുക്കത്തിൽ കിട്ടി. 20 പേരടങ്ങുന്ന സംഘം, അത്യാവശ്യം വലിയ സമ്പത്ത് അല്ലേ. ഈ 20 പേരടങ്ങുന്ന സംഘത്തെ നേരിടാൻ വേണ്ടിയാണ് മുഹമ്മദ് ആദ്യം 150 പേരായിട്ട് പോയി. 20 പേരെ നേരിടാൻ 150 പേര്, ചെറിയ സംഘമാണ്. ജമാഅത്തുൽ ഊല മാസത്തിൽ ആ സംഘത്തെ തെരഞ്ഞു പുറപ്പെട്ടു. പിതൃവ്യൻ ഹംസ തന്നെയായിരുന്നു ആ പ്രാവശ്യത്തെയും കൊടിവാഹകൻ. അബൂ സലാമത്ത് ബിൻ അബ്ദുൽ അസ്വദിനെയാണ് മദീനയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഉഷൈറയിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി സംഘം സ്ഥലം വിട്ടുകഴിഞ്ഞു എന്ന്. ബനു മുദ്ലജിസിനോടും അവരുടെ സഖ്യഗോത്രങ്ങളോടും ഈ യാത്രാവേളയിൽ നബി ഉടമ്പടി ചെയ്യുകയുണ്ടായി. അനന്തരം മദീനയിലേക്ക് മടങ്ങിയ മുഹമ്മദ് കച്ചവട സംഘം തിരിച്ചു വരുന്നതും പ്രതീക്ഷിച്ചിരിപ്പായി. കാത്തിരിക്കുകയാണ്. 20 പേരെ നേരിടാൻ 150 ആളെയും കൊണ്ട് പോയി മുഹമ്മദ്. പോട്ടെ, അതിനിടയിൽ മക്കക്കാരുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ മക്ക പ്രദേശത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതോ ഒരാൾ, ഖുർസ് ബിൻ ജാബിർ എന്ന് പറയുന്ന ഒരാൾ മദീനയിലെ മേച്ചിൽപ്പുറങ്ങളിൽ വന്ന് ആരെയോ ആക്രമിച്ചു എന്നോ എന്തോ കൊള്ള ചെയ്തു. മദീനയുടെ കാര്യങ്ങൾ എന്താണ്, കുറച്ച് കഴിഞ്ഞ് തന്നെ കൊള്ളയടിച്ച് രക്ഷപ്പെട്ട വിവരം റസൂൽ തിരിച്ചെത്തി അറിഞ്ഞു. അയാളെ തെരഞ്ഞു പുറപ്പെട്ടു. അയാളെ കിട്ടിയില്ല, അയാൾ തിരിച്ചു വന്നു എന്നൊരു സംഭവമുണ്ട്. ഞാൻ എന്തിനാ വായിച്ചു വെച്ചാൽ, ഇത് വായിച്ചില്ലെങ്കിൽ ഞാൻ ഇത് മുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാളെ വരും. അതിനൊരു സംഭവമില്ല എന്ന് പറയാം. ഇനി നിയുക്ത സൈന്യം, ഇനിയാണ് നിയുക്ത സൈന്യം. 6ാമത്തെ സംഭവം. ഇതാണ് ബദറിലേക്ക് നയിച്ച സംഭവം. അബ്ദുല്ലാഹിബിൻ ജഹ്ഷിൻ്റെ നേതൃത്വത്തിൽ 8 പേരുടെ ഒരു സംഘത്തെ റസൂൽ ഈ വർഷം റജബ് മാസത്തിൽ നിയോഗിച്ചു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മാത്രമേ തുറന്നു വായിക്കാവൂ. ബദറിന് തൊട്ട് മുമ്പ് നടക്കുന്നതാണ് കേട്ടോ. ആദ്യത്തെ കൊള്ള മുതൽ സംഘടിപ്പിക്കുന്നതാണ്. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മാത്രമേ തുറന്നു വായിക്കാവൂ എന്ന നിർദ്ദേശത്തോടെ മുദ്ര വെച്ച ഒരു കത്തും അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കത്ത് തുറന്നു നോക്കിയപ്പോൾ അതിലിങ്ങനെ എഴുതിയിരുന്നു: ഈ എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ താങ്കൾ നഖൽ വരെ പോവുക. അവിടെ നിന്ന് ഖുറൈശികളുടെ നീക്കത്തെ ശ്രദ്ധിച്ച് പഠിച്ച് നമുക്ക് വിവരം തരിക. വിവരം പ്രചരിക്കുന്നത് ഭയന്ന് മദീനയിൽ വെച്ച് യാത്രാ ഉദ്ദേശം അവരോട് പറഞ്ഞിരുന്നില്ല. ഇതാണ്. ശത്രുക്കൾ അറിഞ്ഞാൽ പതിയിരിക്കുകയും ആ ചെറുസംഘത്തിന് നേരെ അവരെ നേരിടാൻ കഴിയില്ലെന്ന് വ്യക്തവുമാണ്. അബ്ദുള്ള യാത്ര തുടർന്നു. യാത്രക്കിടയിൽ സഅദ് ബിൻ അബി വക്കാസും ഉക്തുബത്ത് ബിൻ ഗസ്വാനും മാറി നിന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒട്ടകത്തെ അന്വേഷിച്ചു പോയി. ബാക്കിയുള്ളവർ യാത്ര തുടർന്നു. മക്കയിലെത്തി. അപ്പോഴാണ് ഖുറൈശി വ്യാപാര സംഘം അതുവഴി മക്കയെ ലക്ഷ്യമാക്കി കടന്നു പോകുന്നു. അംർ ബിൻ ഖൽറമി, ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹിബിൻ മുഗീറ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ നൗഫൽ, ഹക്കം ബിൻ കൈസർ എന്നിവരെല്ലാം ആ സംഘത്തിൽപ്പെടും. മുസ്ലിങ്ങൾ അവരുടെ കാര്യത്തിൽ ഏകോപിച്ചു. അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുവാനും തീരുമാനിച്ചു. റജബ് മാസം അവസാനമാണ് മുസ്ലിങ്ങൾ അവരെ പിടികൂടിയത്. അങ്ങനെ അവർ അംർ ബിൻ ഖൽറമിനെ വധിക്കുകയും ഉസ്മാനെയും ഹാക്കിമിനെയും ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. നൗഫൽ ഓടി രക്ഷപ്പെട്ടു.
ഒട്ടകങ്ങളെ അവർ തെളിച്ചു കൊണ്ടുപോയി. അതായിരുന്നു മുസ്ലിങ്ങൾ ശത്രുക്കളോട് പൊരുതി പിടിച്ചെടുത്ത ആദ്യത്തെ ഗനീമത്ത് സ്വത്ത്. കച്ചവടത്തിന് പോകുന്ന 4-5 പേരടങ്ങുന്ന സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തി അവരുടെ സമ്പത്ത് വഹിച്ചിരുന്ന ഒട്ടകങ്ങളെ തെളിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ സന്നിധിയിലേക്ക് പോയി. അതിലൊരാളെ വധിക്കുകയും ചെയ്തു. അതാണെങ്കിൽ മക്കക്കാർ പൊതുവിൽ വിശുദ്ധ മാസമെന്നും യുദ്ധം നിഷിദ്ധമാക്കിയ മാസമെന്നും വിശേഷിപ്പിക്കുന്ന മാസമായിരുന്നു. ആ സംഭവം അവിടെ ആകെ വിവാദമായി. യുദ്ധം വിശുദ്ധമായി പരിഗണിക്കപ്പെടുന്ന കാലത്ത് മുഹമ്മദിൻ്റെ സംഘം അക്രമം നടത്തിയിരിക്കുന്നു, കൊള്ള ചെയ്തിരിക്കുന്നു എന്ന വിവരം അവിടെയെല്ലാം പരന്നു. തുടർന്ന് മുസ്ലിങ്ങൾ മദീനയെത്തിയപ്പോൾ അവർ യുദ്ധം നിഷിദ്ധമായ വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്ത വാർത്ത അവിടെയെങ്ങും പരന്നിരുന്നു. ഖുറൈശികളും ജൂതന്മാരും അത് പറഞ്ഞ് അവരെ അധിക്ഷേപിച്ചു. അപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കി കൊടുത്തത് യുദ്ധം, അക്രമം യുദ്ധത്തെക്കാളും അങ്ങനെ എന്തോ ഒരു സാധനം. അത് കുഴപ്പമില്ലാന്ന് അള്ളാഹ് അത് ലെജിറ്റിമൈസ് ചെയ്ത് കൊടുത്തു എന്നാണ്. മനസ്സിലായോ? അള്ളാഹിൻ്റെ ഒരു വേവലാതികൾ ആലോചിക്കണം. അപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഇങ്ങനെയാണ്: പറയുക, അതിൽ യുദ്ധം ചെയ്യുന്നത് ഗുരുതരമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തെ വിലക്കുന്നത്, അവനെ ധിക്കരിക്കുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും തദ്ദേശീയരെ അവരുടെ നിന്ന് ബഹിഷ്കരിക്കുന്നതുമാണ് അള്ളാഹുവിങ്കിൽ കൂടുതൽ ഗുരുതരം. കൊള്ള ചെയ്യുന്നതൊക്കെ കുറച്ച് ഗുരുതരം. എങ്ങനെയുണ്ട്? ഈ അള്ളാഹ് അവിടെ കൂടെ ഉള്ളിടത്തോളം കാലം അവർക്ക് എന്തിനേയും പേടിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ജൂതന്മാരോട് കച്ചറുണ്ടാക്കുന്നുണ്ട്, കിബില മാറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതൊക്കെ അങ്ങനെ പോയി. ഈ 5ഉം 6ഉം പരാജയപ്പെട്ട കൊള്ളശ്രമങ്ങൾ കാര്യമായ സമ്പത്തൊന്നും പിടിച്ചെടുക്കാത്ത കാലത്താണ് ഇസ്ലാമിലെ സുപ്രധാനമായ പല കാര്യങ്ങളും നിയമമാക്കപ്പെടുന്നത്. അതിലൊന്ന് റമദാൻ നോമ്പാണ്. കാരണം കയ്യിൽ മൃഷ്ടാന്ന ഭോജനത്തിന് വകുപ്പില്ല. കൊള്ള ചെയ്യാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് നടത്തിയ ശ്രമങ്ങളൊന്നും ഫലവത്തായിട്ടില്ല. മുഹാജിറുകൾക്ക് അൻസാറുകൾ കൊടുത്ത സഹായം കൊണ്ട് മതിയാവില്ല. അപ്പോൾ ഇനിയും പരാജയപ്പെട്ടാലും പിടിച്ചു നിൽക്കാൻ ഭക്ഷണമില്ലാതെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരിശീലിക്കണം. അതുകൊണ്ട് നിങ്ങൾ 1 മാസം നോമ്പ് നോറ്റോട് എന്നായി. ആ നോമ്പിൻ്റെ കഥ വേറെയാണ്. നോമ്പ് നോൽക്കുമ്പോൾ എന്തൊക്കെ നിയന്ത്രിക്കണം, എത്ര മണിവരെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞതും അതിനെ മറികടക്കാൻ വേണ്ടി സഹാബിമാർ സൂത്രം പ്രയോഗിച്ചതും അത് നബി അറിഞ്ഞിട്ട് നിങ്ങൾ രാത്രി കാണിക്കുന്ന സൂത്രമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിക്കണേ, അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യ്, രാത്രി നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തന്നിട്ടുണ്ട് വേറെ ആയത്തിറക്കുന്നതും ഇവരുടെ ആത്മനിയന്ത്രണത്തിൻ്റെ കഥകളൊക്കെ ഖുർആനിലും തഫ്സീറിലും ഉണ്ട്. അത് നമുക്ക് വേറെ വിഷയത്തിൽ വേറെ അവസരത്തിൽ പറയാം. എന്തായാലും റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നതും ഭക്ഷണ സാധനങ്ങൾ ധാന്യങ്ങളിലെ സക്കാത്ത് എന്ന രീതിയിൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കുന്നതും സമ്പത്തുള്ളവൻ അവൻ്റെ 2.5% പണമില്ലാത്തവർക്ക് കൊടുക്കണം എന്ന ഇസ്ലാമിലെ 5 കാര്യങ്ങളിൽ 5 ആരാധനാ കാര്യങ്ങളിൽ 5-ാമത്തെ 4-ാമത്തെ 3-ാമത്തെ ആയിട്ടുള്ള സക്കാത്ത് നിർബന്ധമാക്കുന്നതൊക്കെ ഈ പശ്ചാത്തലത്തിലാണ്. അപ്പം ഇതിൻ്റെയൊക്കെ കാരണം ആലോചിച്ച് വെറുതെ തലമുണ്ടാക്കണ്ട. നോലുമ്പിൻ്റെ ശാസ്ത്രീയത എന്ന് അന്വേഷിച്ച് നടക്കണ്ട. അന്ന് പട്ടിണിയായിരുന്നു, പരിശീലനം വേണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, വേറെ കാരണമൊന്നും ഇല്ല. അപ്പം അങ്ങനെ ബദറിലേക്ക് എത്തും. നബി അന്വേഷിച്ച് പുറപ്പെട്ട ഇത് 7-ാമത്തെ ശ്രമമാണ് കേട്ടോ. നബി അന്വേഷിച്ച് പുറപ്പെട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തതും മുമ്പ് ഷാമിലേക്ക് പോയതുമായ വമ്പിച്ച സംഘത്തെ മടങ്ങി വരാറായി. സംഘത്തിൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു റസൂൽ. തിരിച്ചു വരുന്നതിനെക്കുറിച്ച് കേട്ടപ്പോൾ തൻ്റെ അനുചരന്മാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു: ഇതാ ഖുറൈശികളുടെ വ്യാപാര സംഘം. ശ്രദ്ധിച്ചു കേട്ടോ മുഹമ്മദ് പറഞ്ഞത്. ഇതാ ഖുറൈശികളുടെ വ്യാപാര സംഘം, അതിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടുകൊള്ളുക. അതിലെ ധനം അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം. ഇതാണോ വിശുദ്ധ യുദ്ധം? ഇതാണോ പ്രതിരോധം? ഇതാണോ ജീവൻ നിലനിർത്താൻ വേണ്ടി, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പ്രതിരോധ സമരത്തിൽ പടനായകൻ പറയുന്ന വാക്കാണോ? അതാ ഒരു കച്ചവട സംഘം വരുന്നു, അതിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടുകൊള്ളുക, അതിലെ സമ്പത്ത് നിങ്ങൾക്ക് ദൈവം നൽകിയേക്കാം. അൻസാരികളിൽപ്പെട്ട പലർക്കും, മുഹാജിറുകൾ എന്ന് പറഞ്ഞ മക്കക്കാരിൽപ്പെട്ട പലർക്കും അതിൽ വൈക്ലഭ്യമുണ്ടായി. ചരിത്രത്തിലുള്ളതാ. 313 പേരാണ് നബിക്കൊപ്പം ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. 20 ആളും ചില്ലറയും 20-നും 30-നും ഇടയിലുള്ള ഒരു സംഘത്തെ നേരിടാൻ 313 പേർ. അതാണ് ബദരീങ്ങൾ. ഈ 20-30 പേരടങ്ങുന്ന സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടി സമ്പത്ത് ലക്ഷ്യമാക്കി പുറപ്പെട്ടുകൊള്ളുക എന്ന് മുഹമ്മദ് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ചാടി പുറപ്പെട്ടവരുടെ പേരാണ് ബദരീങ്ങൾ. വിശ്വാസികളെ തിരുത്തിക്കൊള്ളി. മൗലൂദൊക്കെ ഓതുമ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചാളി. ബദർ മൗലൂദൊക്കെ നീട്ടി ഓതുമ്പോൾ. അങ്ങനെ മുഹമ്മദും സംഘവും പുറപ്പെട്ട വിവരം അബൂ സുഫിയാൻ മനസ്സിലാക്കി. അബൂ സുഫിയാൻ വിവരം ഖുറൈശികളുടെ അടുക്കലെത്തിച്ച് ഈ സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി
സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൂലി കൊടുത്ത ഒരാളെ ഒട്ടകപ്പുറത്ത് മക്കയിലേക്ക് പറഞ്ഞയച്ചു. അതറിയേണ്ട താമസം അവർ രോഷം കൊള്ളുകയും തങ്ങളുടെ കച്ചവട മുതലുകളുടെ കാര്യത്തിൽ ഭയം തോന്നി ധൃതിയിൽ പുറപ്പെടുകയും ചെയ്തു. അബൂജഹൽ പുറപ്പെട്ടത് എന്തിനാ? ഈ ചെന്ന മനുഷ്യൻ അവിടെ ചെന്ന് ഒട്ടകത്തിൻ്റെ ചെവി അരിഞ്ഞു, ഒട്ടകത്തിന് അപകടം വരുത്തി, വസ്ത്രങ്ങൾ വലിച്ചു കീറി, പരിഭ്രാന്തി പരത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാ മുഹമ്മദും സംഘവും നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്, അത് രക്ഷിക്കണമെങ്കിൽ ഉടൻ പുറപ്പെടുക എന്ന് പറഞ്ഞ ആ പുറപ്പാട് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന വ്യഥയിൽ നിരപരാധികളായ മനുഷ്യർ അവരുടെ സമ്പത്ത് രക്ഷിച്ചെടുക്കാൻ വേണ്ടി പടപ്പുറപ്പാട് നടത്തിയതിനെയാണ് മോയിൻകുട്ടിയർ വൈദ്യര് പാടിയത്. പുറപ്പെട്ട അബൂജാഹിലുടൻ കിബർ പെങ്കിയെളുന്ത് ലിബാസ് ചമൈന്ത്. എന്ത് കുന്തടോ, കൊള്ള ചെയ്യാൻ പോയവൻ, കയ്യിൽ കിട്ടിയ കുന്തവും തോക്കും വാളും, നടക്കാൻ കഴിയുന്നവനും അല്ലാത്തവനും വൃദ്ധനും ബാലനും ബാലികയും ഭാര്യയും വേലക്കാരിയും അടങ്ങുന്ന സംഘം അവരുടെ സമ്പത്തിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഓടിപ്പോയി. അതിനെയാണ് ഇവർ പടപ്പുറപ്പാട് എന്ന് പറഞ്ഞ പടപ്പാട്ട് പാടുന്നത്. കേട്ടവർ പോയി ചോദിക്കണം. എന്നിട്ട് അബൂജഹൽ ഇട്ട കോട്ടിൻ്റെ അതിൽ വൈരം മുത്ത് വധിച്ചതിൻ്റെ എണ്ണം എടുക്കുകയാണ് ഇവർ. മൂതിരമിട്ടതിൻ്റെ അളവ് നോക്കുകയാണിവർ. ഒരു കുന്തവുമില്ല എന്നും ബദറിൽ ആദ്യം കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ ഉത്തബ, അദ്ദേഹത്തിൻ്റെ തലയിൽ പടത്തൊപ്പിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം ബേജാറിൽ ഓടിപ്പോയതല്ലേ, വയസ്സായ ആളല്ലേ, അദ്ദേഹം ഒരു കട്ടിയുള്ള പുതപ്പ് കവചമാക്കി തലയിൽ കെട്ടിയിട്ടാണ് ദ്വന്ദ്വയുദ്ധത്തിനിറങ്ങിയത് എന്നും ആ മനുഷ്യനെ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ നിയമം തെറ്റിച്ച് അപ്പറയും ഇപ്പറയും നിന്ന് ചതിയിൽ കാളാമ്പൂളം വെട്ടിക്കൊന്ന കഥ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. നിങ്ങൾ ആരോടാ ബദറിൻ്റെ കഥ പറയുന്നത്? ഇതാണ് ബദർ. ഇങ്ങനെയാണ് ബദർ സംഘടനം നടക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഇത് കുറേ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വായിക്കുക. എന്നാൽ റസൂലിന് മുശ്രിക്കുകളുടെ ഒരു പ്രവർത്തനത്തെ പറ്റിയും അറിവ് കിട്ടിയിരുന്നില്ല. അതായത് അബൂ സുഫിയാൻ ഈ ആളെ പറഞ്ഞയച്ചതും അവരവിടുന്ന് ഇളകി വരുന്നതൊന്നും നബി അറിഞ്ഞിരുന്നില്ല. കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ് നബി പുറപ്പെട്ടത്. അങ്ങനെ മദീനക്ക് പുറത്ത് പിന്നെ അങ്ങനെ വന്നു. ഈ വന്ന കൂട്ടത്തിൽ നിന്ന് ആളുകളിൽ യുദ്ധം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു പോയിക്കളാൻ പറഞ്ഞു. ഇങ്ങനെ റൂഹ എന്ന സ്ഥലത്തെത്തിയപ്പോൾ വ്യാപാര സംഘത്തിൻ്റെ രക്ഷക്കായി ഖുറൈശികൾ വരുന്നുണ്ടെന്ന് നബിക്ക് വിവരം കിട്ടി. വ്യാപാര സംഘം നാളെയോ മറ്റന്നാളോ ബദറിലെത്തുമെന്ന് നബിയെ നിയോഗിച്ച 2 അംഗ സംഘം വിവരം നൽകി. നബി സൈന്യത്തലവന്മാരെ വിളിച്ചു പറഞ്ഞുകൂട്ടി, ജനങ്ങളെ ഒന്നുകിൽ കച്ചവട സംഘം അല്ലെങ്കിൽ ഖുറൈശി സൈന്യം, ഈ 2ൽ ഒന്ന് നിങ്ങൾക്കുണ്ട്. നേരത്തെ പറഞ്ഞ എന്താ? അതാ കച്ചവട സംഘം പോന്നോളി, അയത്ത സമ്പത്ത് പഠിച്ചോൻ തരും. ഇപ്പോൾ അബൂ സുഫിയാനും കൂട്ടരും രക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞു, അതാ ഒന്നുകിൽ അയത്ത സമ്പത്ത് കിട്ടും, അതിലില്ലെങ്കിൽ നിങ്ങൾ ബദറിൽ ഖുറൈശികളോട് ഏറ്റുമുട്ടാനുള്ള അവസരം കിട്ടും. ജയിച്ചാൽ സ്വത്ത്, തോറ്റാൽ സ്വർഗം. ഇതാണ് ഓഫർ. ആക്രമണശേഷിയില്ലാത്ത വ്യാപാര സംഘത്തെ കിട്ടാനാണ് പലരും ആഗ്രഹിക്കുന്നത് എന്ന് റസൂലിന് മനസ്സിലായി. കാരണം അത് പറഞ്ഞിട്ടാണല്ലോ കൂട്ടിക്കൊണ്ടുവന്നത്. യുദ്ധത്തെക്കുറിച്ച് നേരത്തെ പറയാമായിരുന്നില്ലേ എന്ന് ചിലർ ചോദിച്ചു. ഇതൊക്കെ എന്തിൻ്റെ തെളിവാണ്? അപ്പം അങ്ങനെ യുദ്ധത്തെക്കുറിച്ച് നേരത്തെ, അപ്പം അതിനും അള്ളാഹ് സൂറത്തിറക്കി കൊടുത്തു. നിങ്ങളിൽ പലരും സമ്പത്ത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ വെടിയാനും കൂടി നിങ്ങൾക്കൊക്കെ മനസ്സുണ്ടാവണം എന്ന് അള്ളാഹ് ഖുർആനും കൂടി പറഞ്ഞു കൊടുത്തു, പ്രചോദിപ്പിച്ചു. ഇങ്ങനെ കഥയുണ്ട്. പിന്നെ അവിടെ അവർ തമ്പടിക്കുന്ന ഭാഗത്ത്, ഇവർ തമ്പടിച്ച ഭാഗത്തുനിന്ന് ഒരാൾ ചോദിച്ചു, അല്ല നബിയെ, നിങ്ങളിപ്പോൾ അള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവിടെ തന്നെ കുറ്റിയടിക്കുന്നത്, അതോ യുദ്ധത്തിൻ്റെ തന്ത്രം എന്ന നിലക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, യുദ്ധത്തിൻ്റെ തന്ത്രമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് പോരി, ഇവിടെയല്ല, കുറച്ച് അപ്പുറത്ത് കുറച്ച് വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേണ്ട വെള്ളം ഒരു ടാങ്കിൽ ശേഖരിക്കാം, ബാക്കിയൊക്കെ നമുക്ക് നശിപ്പിച്ച് കളയാം, അപ്പോൾ എനിക്ക് വെള്ളം കിട്ടൂല. എങ്ങനെയുണ്ട് വന്നോർക്കേ? ആ പിന്നെ വെള്ളം കോരാൻ, ഹൗലിൽ നിന്ന് വെള്ളം കോരാൻ പോയ കഥയാണ് വമ്പുറ്റ ഹംസർലീ അല്ലാ ചാടി ടെമ്പിയസ് വദേ മാറടാ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. വിള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ. കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലാത്ത ആൾക്കാർ, വിശ്വാസികൾ, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഇത് കേൾക്കുന്ന മലബാറിലെ വിശ്വാസികൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. ആ ഹൗലെന്ന് പറയുന്നത് അവിടുത്തെ ജലാശയങ്ങൾ ഇവർക്ക് വേണ്ടത് മാത്രം ശേഖരിച്ച് അവിടെ തമ്പടിച്ച് ബാക്കിയുള്ളതൊക്കെ നശിപ്പിച്ച്
ദാഹജലത്തിന് വേണ്ടി വരുന്നവനെ ആക്രോശിക്കുന്ന പാട്ടാണ്. അപ്പോൾ ഉശിരെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഉശിരെന്നല്ല കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ കിതാബ് മടച്ചിട്ട് വേറൊരു കിതാബ് എടുക്കാം. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. യുദ്ധത്തിലുണ്ടായതും യുദ്ധത്തിൽ അക്രമവും മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ അംഗവിച്ഛേദം ചെയ്തവരും ഛിന്ന ഭിന്നമായി വെട്ടപ്പെട്ടവരെയും വലിച്ചിട്ടൊരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയതിന് ശേഷം ആ പൊട്ടക്കിണറ്റിൻ്റെ മുകളിൽ എത്തി നോക്കിയിട്ട് മുഹമ്മദ് അവരോട് ആക്രോശിക്കുന്ന രംഗവും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. മരണപ്പെട്ട് കിടക്കുന്ന, കൊലപ്പെടുത്തിയവൻ മൃതദേഹത്തോട് കാണിക്കേണ്ടുന്ന ഒരു മര്യാദയും കാണിക്കാതെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിട്ട മൃതശരീരങ്ങളോട് ആക്രോശിച്ച മനുഷ്യനാണ് മുഹമ്മദ്. ഞാൻ വെറുതെ പറയുന്നതാണോ? തെളിവ് വേണോ? ഉസ്താദ്മാരോട് ചോദിക്കി, തെളിവ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരി, നമ്മൾ തരാം. വേണ്ട, അതിനും അത് കൂടെയുള്ളവർക്ക് തോന്നി, എന്താണ് ഈ കാണിക്കുന്നത്, വെട്ടിക്കൂട്ടിയില്ലേ, ഇനി എന്താണ്, നിങ്ങൾ കേൾക്കൂലെങ്കിൽ ഓല് കേൾക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു നബി. ആര്? മരിച്ചു കിടക്കുന്ന ശവങ്ങൾ നന്നായിട്ട് കേൾക്കുമെന്ന് എനിക്കറിയാം എന്നാണ് മുഹമ്മദ് മറുപടി പറഞ്ഞത്. അങ്ങനെ 70-ലധികം ആളുകളെ ഇവർ ബന്ദികളാക്കി പിടിച്ചു. 70-ലധികം ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ ബന്ദികളാക്കി പിടിച്ച 70 പേരിൽ ഈ ബന്ദികളെ എന്ത് ചെയ്യണം എന്ന തീരുമാനക്കാവുന്നതിന് മുൻപ് ബന്ദികളിൽ ചിലരെ വധിച്ചു. തടവിലാക്കപ്പെട്ട 70ഓളം പേരിൽ നിന്ന് മക്കയിൽ വെച്ച് ഇസ്ലാമിനെ ആക്ഷേപങ്ങൾക്കിരയാക്കിയതിൻ്റെ പേരിൽ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിനെയും അതേപോലെ തന്നെ നളർ ബിൻ ഹാരിസ് എന്നീ വ്യക്തികളെ വിശുദ്ധ ഖുർആൻ അവതീർണമായി തുടങ്ങിയ നാളായ റംസാൻ 17 റസൂലിൻ്റെ ആജ്ഞപ്രകാരം കൊലപ്പെടുത്തി. ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്താണ് വിശ്വാസികളെ നിങ്ങൾ കേൾക്കേണ്ട വേറെ ഒരു കഥാപാത്രം. മുഹമ്മദ് നബി മക്കയിൽ നിസ്കരിച്ചപ്പോൾ ചത്ത ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിലിട്ട് നബിയെ ഉപദ്രവിച്ച ഒരു ശത്രുവിനോട് വിശാല മനസ്കനായ റസൂൽ ക്ഷമിച്ച കഥകൾ കേട്ടിട്ടില്ലേ? ആ വ്യക്തിയുടെ പേരാണ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത്. ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എങ്ങനെയാണ് മരിച്ചത് എന്ന് വിശ്വാസികൾക്കറിയില്ല. ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിലിട്ട കഥ അറിയും. ഉഖബയെ ബദറിൽ ബന്ദിയാക്കി പിടിച്ചതിന് ശേഷം കൊലപ്പെടുത്തിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത് നമ്മളെ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞുതരും. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രസംഗകൻ പൊതുവേദിയിൽ പ്രസംഗിച്ചത്, ഉഖബ ചോദിച്ചു, പിടിച്ചു കെട്ടിയിട്ടും കൊല്ലുകയാണോ മുഹമ്മദേ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് അതിന് മറുപടി പറഞ്ഞില്ല. എൻ്റെ കുട്ടികൾക്ക് ആരാളുള്ളത് മുഹമ്മദേ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് പറഞ്ഞു, നരകമാണുള്ളതെന്ന് പറഞ്ഞു. എന്ന് 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ മണ്ണിൽ പ്രസംഗിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട്. ആ സംഘടനയുടെ പേരാണ് NDF. ആ സംഘടനയാണ് ഇന്ന് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ നേതാക്കന്മാരാണ് ജയിലിൽ കിടക്കുന്നത്. അന്ന് ജയിലിൽ പോകാത്തവർ കാർപ്പറ്റിനടിയിൽ ഒളിച്ചിരുന്നവരാണ് ഇപ്പോൾ നാട് നീളെ വിമർശകരെ നേരിടാൻ വേണ്ടി തെറി മാത്രം പറയാൻ അറിയുന്ന വിട്ടിട്ടുള്ളത്. മനസ്സിലാക്കിക്കോ, ഇതാണ് ബദറിൻ്റെ കഥ. ഇനി ബദർ എങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വഴിത്തിരിവാകുന്നത് എന്നും എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രം ബദറുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് ഞാൻ മറ്റൊരു പുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മാത്രം വായിക്കാം. ഇത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഹമ്മദ് എന്ന പുസ്തകമാണ്. ഓറിയൻ്റലിസ്റ്റുകൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ പുസ്തകത്തിന്, മുഹമ്മദിനെയും ഇസ്ലാമിനെയും വിമർശിച്ചുകൊണ്ട് ഓറിയൻ്റലിസ്റ്റുകൾ നടത്തിയ ആക്ഷേപത്തിന് മറുപടി കൂടെ ചേർത്ത് ഇസ്ലാമിക രംഗത്ത് ചരിത്രം എഴുതിയെടുത്ത് ഏറ്റവും മികച്ച ചരിത്രമെന്ന് ഖ്യാതി നേടിയ പുസ്തകത്തിൻ്റെ മലയാളം പതിപ്പാണ്. തേജസ് പബ്ലിഷ് ചെയ്തതാണ്. സൂപ്പി എന്ന് പറയുന്ന KT സൂപ്പി പരിഭാഷപ്പെടുത്തി ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ IPHൻ്റെ ബുക്ക് സ്റ്റാളുകളിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ് ഹുസൈൻ ഹൈക്കലിൻ്റെ മുഹമ്മദ്. ഇതിൽ ബദർ മുതൽ ഉഹദ് വരെ എന്ന ചരിത്രഭാഗം പറയുന്നിടത്ത് ഈ പുസ്തകത്തിൻ്റെ 339-ാമത്തെ പേജിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വായിക്കുകയാണ്. ബദർ യുദ്ധ വിജയം വരെ മുസ്ലിങ്ങൾ മദീനക്കാരെ ഭയപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. അതായത് പലായനം ചെയ്തു വന്ന് മദീനയിലെത്തിയവർക്ക് പക്ഷേ അതിന് ചുറ്റുമുണ്ടായിരുന്ന മദീനക്കാരെയൊക്കെ ഭയമായിരുന്നു. ആരാ മദീനക്കാർ? ബനു ഖുറൈളയും ബനു നളീറും ബനു ഖൈനുഖാവും ഉൾപ്പെടെയുള്ള ജൂതഗോത്രങ്ങൾ. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള മറ്റു മനുഷ്യർ, അവരെയൊക്കെ പേടിച്ച് അഭയാർത്ഥികളെ പൊമ്മതും ബദറിയും കാണിക്കുന്ന മദീന നിവാസികളുടെ പ്രിയത്തില. ബദറിലെ വിജയം ആ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കി. അംർ ബിൻ ഔഫ് വംശജനായ അബു അഫ്രിലെ വിജയം ആ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കി. അംർ ബിൻ ഔഫ് വംശജനായ അബു അഫ്കായിരുന്നു ആദ്യത്തെ ഇര. ഞാൻ എൻ്റെ വായിൽ നിന്ന് വെറുതെ വായിക്കുന്നതല്ല, ഇത് പുസ്തകമാണ്, നിങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം.
അംർ ബിൻ ഔഫ് വംശജനായ അബൂ അഫ്കായിരുന്നു ആദ്യത്തെ ഇര. മുഹമ്മദിനെയും മുസ്ലിങ്ങളെയും നിന്ദിച്ചുകൊണ്ടുള്ള കവിത എഴുതുകയും അതുവഴി സ്വവംശത്തെ മുസ്ലിങ്ങൾക്കെതിരെ ഇളക്കിവിടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കവിയായിരുന്നു അബൂ അഫ്ക്. ബദർ യുദ്ധത്തിന് ശേഷവും അയാൾ അത് തുടർന്നു. അതിനാൽ അബൂ അഫ്കിനെ വകവരുത്താൻ സാലിം ബിൻ ഉമൈർ സ്വയം സന്നദ്ധനായി. എന്തിൻ്റെ പേരില? കവിത എഴുതിയതിൻ്റെ പേരിൽ, വിമർശിച്ചതിൻ്റെ പേരിൽ. ഒന്നല്ല, 100-ലധികം മനുഷ്യരെ മുഹമ്മദ് നേരിട്ട് കൊലപ്പെടുത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. വിമർശിച്ചതിൻ്റെ പേരിൽ മാത്രം, കവിത എഴുതിയതിൻ്റെ പേരിൽ മാത്രം. അപ്പോൾ ബദറിലെ വിജയം അവർക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടി. ബദറിലെ വിജയം വരിച്ചതോടുകൂടി 300 അടങ്ങുന്ന ആള് 1000-ഓളം പേരടങ്ങുന്ന അബൂജഹലിനെയും സംഘത്തെയും പരാജയപ്പെടുത്തി. അപ്പോൾ മുഹമ്മദിൻ്റെ സംഘം വല്ലാത്ത കില്ലാടി തന്നെ, നമ്മൾ കുറച്ച് പേടിക്കണം എന്ന ഭയം അവർക്കുണ്ടായി. ആ ഭയം മുതലെടുത്തു. പിന്നീട് വിമർശിച്ചവനെ ഓരോന്നോരോന്നായിട്ട് വകവരുത്തിയ ഭാഗം ഇതിനകത്ത് വിശദീകരിക്കുന്നു. എങ്ങനെയാ കൊന്നത്? ബദർ യുദ്ധത്തിന് ശേഷവും അയാൾ തുടർന്നു. സ്വന്തം വസതിയുടെ അങ്കണത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അബൂ അഫ്കിനെ ലാക്കാക്കി ഒരു രാത്രിയിൽ സലീം തൻ്റെ ഖഡ്ഗം പ്രയോഗിച്ചു. സ്വന്തം വിരിപ്പിൽ അയാൾ മരിച്ചു. ഉറങ്ങിക്കിടക്കുന്നവനെ രാത്രിയുടെ മറവിൽ പോയി കുത്തിക്കൊന്ന് കവിതയ്ക്ക് മറുപടി എഴുതിയ നവോത്ഥാന നായകൻ്റെ പേരാണ് മുഹമ്മദ്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഉറക്കെ ചൊല്ല് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ വിളിച്ചു പറയുമ്പോൾ എന്നെ ആക്രമിക്കാൻ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? ഇത് ഞാൻ നിങ്ങളോടല്ല പറയുന്നത് കേട്ടോ, ഇത് കേൾക്കുന്ന ആളുകളോട് പറയാണ്. വിരിപ്പിനടിയിൽ, കാർപ്പറ്റിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഒളി ജിഹാദികളോട് പറയാണ്. ഇത് നമ്മൾ പറയും. ഇനി ഉമയ്യത്ത് ബിൻ സയ്യിദ് വംശജനായ അസ്മാ ബിൻത് മർവാൻ, ഇത് ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അസ്മാ ബിൻത് മർവാൻ, അതായിരുന്നു അടുത്ത ഇര. അവർ ഇസ്ലാമിനെ ആക്ഷേപിക്കുകയും പ്രവാചകനെ ഉപദ്രവിക്കുകയും ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും പതിവായിരുന്നു. ബദർ യുദ്ധത്തിന് ശേഷവും ആ സ്ത്രീ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു രാത്രിയിൽ ഉമൈർ ബിൻ ഔഫ് ആ സ്ത്രീയുടെ വീട്ടിലെത്തി. അവളുടെ മക്കളെല്ലാം ഗാഠനിദ്രയിലാണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞിന് അവൾ മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാഴ്ചയ്ക്ക് സ്വല്പം കുറവുണ്ടായിരുന്ന ഉമൈർ മുല കുടിക്കുന്ന കുഞ്ഞിനെ തപ്പിപ്പിടിച്ച് മാറ്റിക്കിടത്തിയ ശേഷം ആ സ്ത്രീയുടെ കഥ കഴിച്ചു. ആര് പറഞ്ഞയച്ച സംഘം? എന്തിൻ്റെ പേരിൽ? നിങ്ങൾ മറുപടി പറയണം, അല്ലെങ്കിൽ ഈ കിതാബുകളൊക്കെ എടുത്ത് കത്തിച്ച് കളയണം. അപ്പം നമ്മൾ നിർത്തും. ഈ കിതാബുകൾ വിശുദ്ധ ഗ്രന്ഥമായി, ചരിത്രമായും ഇതിന് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഈ മതത്തിനെയും ഇതിൻ്റെ ഗ്രന്ഥത്തെയും നിഷിദ്ധമായി വിമർശിക്കും. അതിന് നിങ്ങൾ എതിർക്കാവുന്ന പണികളൊക്കെ എടുത്തോ. ഞാനിതൊക്കെ ഇങ്ങനെ പറയുന്നത് ഈ ഓഡിയൻസിനെ മാത്രം ലക്ഷ്യമാക്കിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ വിവരം പ്രവാചക മാതാവിനെ കബറടക്കുന്ന മക്കളെയാണ് കണ്ടത്. അല്ലയോ ഉമൈർ, താങ്കളാണോ ഈ സ്ത്രീയെ വധിച്ചത്? അവർ ചോദിച്ചു, അതേ ഞാൻ തന്നെ. നിങ്ങളെല്ലാവരും കൂടി എന്നോട് എതിരിട്ടുകൊള്ളുക, സമയം കളയണ്ട. ഇജാണോ ഉമൈറെ ഈ മഹാപാപം ചെയ്തത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ മാറ്റിക്കിടത്തി ആ മാതാവിനെ കൊലപ്പെടുത്തി ഇജാണോ ഉമൈറെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ കൊന്ന്. നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് വേറുണ്ടെങ്കിൽ എന്നോട് നേരിട്ടോ വാ. സമാധാനം. അപ്പോൾ അവൻ പറഞ്ഞ എന്താ? അവൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു പറഞ്ഞാലും ഒന്നുകിൽ നിങ്ങളെയെല്ലാം ഞാൻ വധിക്കും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു വീഴും. ഇതായിരുന്നു ഉമൈറിൻ്റെ മറുപടി. ഉമൈറിൻ്റെ ഈ ധൈര്യം സ്വഗോത്രമായ ബനു ഖത്മാൻ ഒളിച്ചു വെച്ച വിശ്വാസം പരസ്യമാക്കാൻ അവസരമുണ്ടാക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ. ഇനി കഅബ് ബിൻ അഷ്റഫിൻ്റെ കൊലപാതകം എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിനകത്ത് ഉദ്ധരിച്ചിട്ട് നിർത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ജീവവായുവായി മാറിയത് എന്ന്? ബദർ കൊണ്ട് ഇസ്ലാം നേടിയെടുത്തത് ഇസ്ലാമിനെക്കുറിച്ചും മുഹമ്മദിനെക്കുറിച്ചുമുള്ള ഭയമായിരുന്നു. മനുഷ്യർക്ക് ജീവഭയമായിരുന്നു. ആ ജീവഭയത്തിൻ്റെ തണലിൽ, മനുഷ്യരുടെ ഭയത്തിൻ്റെ മറവിലാണ് മുഹമ്മദ് ഇസ്ലാം വളർത്തിയത്. അതിന് പിന്നീട് പ്രയോഗിച്ചത് വാളാണ്, ഖഡ്ഗമാണ്. അത് മൗദൂദി പറഞ്ഞത് സത്യമാണ്. ഇപ്പോഴും ഇസ്ലാം പ്രചരിപ്പിക്കാൻ ഇവരുടെ മുന്നിലുള്ളത് ഭയം ജനിപ്പിക്കൽ മാത്രമാണ്. സാധാരണ വിശ്വാസികളെ, ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ കഥകൾ അറിയാത്തവരെ അവർ ഖബർ പറഞ്ഞും നരകം പറഞ്ഞും പേടിപ്പിക്കും.
ഇവർക്ക് ആയുധവും ഇവർക്ക് സംവിധാനവും ഇവർക്ക് അധികാരവും വരുന്ന സമയത്ത് ഇവർ യഥാർത്ഥ ആയുധം പുറത്തെടുത്ത് ഭീതിയും ഭീകരതയും സൃഷ്ടിച്ച് പേടിപ്പിക്കും. കഅബ് ബിൻ അഷ്റഫിനെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം പറയുന്നത് ബദറിൽ മൃതദേഹങ്ങളോട് അപമര്യാദ കാണിച്ച മുഹമ്മദിന് ആ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിച്ചതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് കഅബ് ബിൻ അഷ്റഫ് വിലാപകാവ്യം എഴുതി. ഇതായിരുന്നു കഅബ് ബിൻ അഷ്റഫ് ചെയ്ത കുറ്റം. ഈ കഅബ് ബിൻ അഷ്റഫിനെ കൊലപ്പെടുത്താൻ വേണ്ടി മുഹമ്മദ് ചെയ്തത് ഇങ്ങനെ കൂടിയിരിക്കുന്ന സദസ്സിനോട് ചോദിച്ചിട്ട് കഅബ് ബിൻ അഷ്റഫിനെ വകവരുത്താൻ ആരുണ്ട് എന്ന് സ്വന്തം അണികളോട് നോക്കി ചോദിച്ചു. അതിലൊരാൾ ഇദ്ദേഹത്തിൻ്റെ ഒരകന്ന മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നു. അതിനുകൂടെ അദ്ദേഹം ചോദിച്ചു, എനിക്ക് അദ്ദേഹത്തെ ചതിച്ചു കൊല്ലാൻ, അദ്ദേഹത്തിന് വേണ്ടി കൊല്ലാൻ വേണ്ടി ചില ചതിവാക്കുകൾ പറയാൻ എനിക്ക് നബിയെ അങ്ങ് അനുവാദം തരുമോ എന്ന് ചോദിച്ചു. പറഞ്ഞുകൊള്ളൂ എന്ന് മുഹമ്മദ് പറഞ്ഞു. അങ്ങനെ കഅബ് ബിൻ അഷ്റഫിൻ്റെ വീട്ടിൽ ചെന്ന് സഹോദരൻ, അർദ്ധ സഹോദരനോ അല്ലെങ്കിൽ ഈ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനും വേറൊരു സുഹൃത്തും കൂടി ചെന്നിട്ട് കഅബ് ബിൻ അഷ്റഫിനെ വിളിച്ച് പുറത്തോട്ടിറക്കി. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ നേരത്തെ എന്ത് പണിയാണ് കാണിക്കണം മനുഷ്യ, ഞങ്ങളിപ്പോൾ പുറത്തു പോയല്ലേ, വല്ല ശത്രുക്കളുമായിരിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതെൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്, നീ എന്താണ് ഈ പറയണത്? വിളിച്ചാൽ വിളിക്കുത്തരം നൽകേണ്ടത് മാന്യതയല്ലേ? വീട്ടിലേക്ക് ഒരാൾ വരുന്നതല്ലേ? കഅബ് ബിൻ അഷ്റഫ് പുറത്തിറങ്ങി. കഅബ് ബിൻ അഷ്റഫ് പുറത്തിറങ്ങിയപ്പോൾ കഅബ് ബിൻ അഷ്റഫിനെ അതിനു മുമ്പ് അവർ സമീപിക്കുന്നുണ്ട്. എന്നിട്ട് മുഹമ്മദിൻ്റെ അടുത്ത് നിന്ന് പൈസ കിട്ടുന്നില്ല, പ്രശ്നമാണ്, അപ്പോൾ എനിക്ക് കുറച്ച് പൈസ വേണം, കടം വേണം, ലോണ് വേണം എന്നൊക്കെ പറയും. അപ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും ഈട് വെക്കാൻ പറയും. ഈട് വെക്കാൻ വേണ്ടി പറയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരം ഉണ്ടാകും. അവസാനം ആയുധങ്ങൾ ഈടുവെക്കാം എന്ന് പറയും. ഈ ആയുധങ്ങൾ ഈടുവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ പോകുന്നത്. ആയുധം വെക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ കഅബ് ബിൻ അഷ്റഫ് പുറത്തു വന്നു. ഇവരുടെ കയ്യിൽ ആയുധമുണ്ട്, അത് പണയം വെക്കാൻ പോയതാണല്ലോ. അപ്പം അങ്ങനെ കഅബ് ബിൻ അഷ്റഫ് പുറത്തു വന്നപ്പോൾ അയാൾ ചോദിച്ചു, ഇത്രയും ഒരു സെൻറ്റുള്ള ഒരു സംഭവം ഞാൻ ഇതുവരെ കേട്ടില്ല, എന്തൊരു സെൻറ്റാണിത്, എന്തൊരു സുഗന്ധമാണ് നിങ്ങൾ അടിച്ച ഈ അത്തറിനുള്ളത്, ഇത് ഏതാ സാധനം എന്നൊക്കെ ചോദിച്ചു. ഇതൊന്ന് മണത്തോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ തല താഴ്ത്തിപ്പിടിച്ചു, മറ്റവൻ ആഞ്ഞുവെട്ടി തലയും ഉടലും വേർപെട്ടു എന്നാണ് ചരിത്രം. ഇതാണ് ബദർ. ഇതിനിവരെ പ്രേരിപ്പിച്ച സംഭവമാണ് ബദർ. ബദറും ബദരീങ്ങളും എന്താണ് എന്ന് ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ആർജവമുള്ള ഏത് മുസ്ലിം പണ്ഡിതനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമുക്ക് ചർച്ച ചെയ്യാം പുസ്തകങ്ങൾ വെച്ചിട്ട്. ബദർ മൗലൂദും ബദരീങ്ങളുടെ ആണ്ട് നേർച്ചയൊക്കെ സംഘടിപ്പിക്കുന്ന വിശ്വാസികൾ ഇടയ്ക്കെങ്കിലും ബദറിൻ്റെ ഈ ചരിത്രങ്ങളിലൂടെ കടന്നു പോകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട്, ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.